ഈശ്വര, എത്ര ദിവസം ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിൽ? ഉമ്മാർ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം? എല്ലാത്തിനും കാരണം അയാളാ, എൻ്റെ ചേട്ടൻ. ഞാൻ ജീവനോടുണ്ടാവുന്നത് അയാൾക്ക് ഭീഷണിയാണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്കിവിടുന്ന് രക്ഷപ്പെട്ടേ മതിയോ. എന്നിട്ട് വേണം എല്ലാത്തിനും എനിക്ക് കണക്ക് ചോദിക്കാൻ. നാശം! ആരാണ് ഈ സമയത്ത്? അബ്ബാസേ, അകത്തെന്തോ ശബ്ദം കേട്ടല്ലോ. നീ വന്നേ. ഓ, അത് ശരി. അപ്പൊ നീ രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു അല്ലടാ? ഞങ്ങളൊക്കെ കണ്ണു വെട്ടിച്ച് നിനക്ക് രക്ഷപ്പെടണല്ലോ. കെട്ടിയിട്ടവനെ. ഏയ്, ഇനി അവനെ കെട്ടൊന്നും വേണ്ട. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾ പെരുമാറുന്നത്. മനസ്സിലായടാ? വാടാ, എടുക്കടാ. ഈശ്വര, എൻ്റെ അനിയൻ, അവനെന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവോ? അതിൻ്റെ ദുസ്സൂചനയാവോ ഞാനിപ്പോൾ കണ്ട ഈ ദുസ്വപ്നം? മോനെ, നീ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടിനൊക്കെ കാരണക്കാരൻ ഏട്ടനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ലടാ, നിന്റെ ഏട്ടന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ഈ ഏട്ടൻ അറിയൂ. എന്നെങ്കിലും നീയും ആ സത്യം മനസ്സിലാക്കും.
അന്ന് നിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറാൻ ഈശ്വരൻ അവസരം ഒരുക്കട്ടെ. ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനേ നിന്റെ ഏട്ടന് കഴിയൂ. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? ഒന്ന് വിളിച്ചാ കൂടി ഫോൺ എടുക്കില്ല. പവിത്രൻ ചേട്ടനാണല്ലോ. ഹലോ പവിത്രേട്ടാ, നീയൊക്കെ അവിടെ എന്തെടുക്കുവാടാ? കള്ളും വലിച്ചേറ്റി ആഘോഷിക്കുവാണോ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അയ്യോ അല്ല ഏട്ടാ, ഇവിടെ ആ പയ്യനൊരു കുരുത്തക്കേട് കാണിച്ചു. എന്താ? എന്തുപറ്റി? അവനൊന്ന് ചാടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ തക്ക സമയത്ത് തന്നെ ഞങ്ങൾ അവനെ ലോക്ക് ചെയ്തു. ദാ, അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കണ്ട് നീയൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നോടാ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. അവനെങ്ങാനും രക്ഷപ്പെട്ട നിന്നെ എന്നെയൊന്നും ഈ ഭൂമിക്ക് മുകളിൽ വച്ചേക്കില്ല CKC. അങ്ങനെ സ്വഭാവം അറിയാലോ നിനക്ക്. ചേട്ടൻ പേടിക്കണ്ട. കുറച്ച് ദിവസത്തേക്ക് കയ്യും കാലം കെട്ടിയിട്ടില്ലെങ്കിൽ പോലും അവൻ എഴുന്നേക്കില്ല. അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടുണ്ട്. ഡാടാ, ദേഹോപദ്രം ഏൽപ്പിക്കുന്നൊക്കെ കൊള്ളാം. അവനെ ജീവനോടെ ഇട്ടേക്കണം. അതൊന്നും പേടിക്കണ്ട ഏട്ടാ, ആള് സേഫാ. അല്ല ചേട്ടനെന്താ വിളിച്ചത്? അത് പറയാം. എന്റെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറെ കൊട്ടേഷനൊക്കെ എടുത്തിട്ടുള്ളതാ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒളിവിൽ താമസിക്കാനാണോ? ഏയ്, അവന് പ്രശ്നമൊന്നുമില്ല. വേറൊരു കേസ് ഏറ്റെടുത്തിട്ടുള്ള വരവാ. ആ, വിക്രമൻ എന്ന അവന്റെ പേര്. വിക്രമനും അവന്റെ ഒരു സുഹൃത്തും പിന്നെ ഒരു പെണ്ണും ഉണ്ടാവും. പെണ്ണിനെ എന്തോ ഒരു കാര്യത്തിന് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നതാ. കുറച്ച് ദിവസം നമ്മുടെ ഗോഡൌണിലവർക്ക് കഴിയാനുള്ള സഹായം ഒന്ന് ചെയ്തു കൊടുക്കണം. അല്ല ചേട്ടാ, അതിപ്പോ ഉള്ള സൗകര്യത്തിലൊക്കെ വിക്രമനെ അഡ്ജസ്റ്റ് ചെയ്തോളും. സംഗതി അവര് സേഫ് ആയിട്ടൊന്ന് കൂടെ നിർത്തിക്കോണം. നമുക്ക് ഗുണമുള്ള കാര്യ. അല്ല അവരെപ്പോഴാ വരിക? അവരുടനെ എത്തും. നീ നമ്മുടെ ഗോഡൌണിലേക്കുള്ള റോഡ് തുടങ്ങുന്നിടത്ത് നിൽക്കുക. അവിടം വരെയുള്ള ലൊക്കേഷൻ ഞാൻ അവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നീ അവരെ അവിടുന്ന് നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകണം. ശരി ഏട്ടാ. ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം. നീ വേഗം പോവാൻ നോക്ക്. ശരി ഏട്ടാ. ആ